ആഗ്രഹമാണ് ദുഃഖത്തിൻ്റെ കാരണം എന്നാണ് ശ്രീബുദ്ധൻ പഠിപ്പിച്ചത്. ഏതാണ്ട് എല്ലാ മതങ്ങളും ഈ അഭിപ്രായം തന്നെയാണ് പുലർത്തുന്നത്. ക്രിസ്തു മതമായാലും മുസ്ലിം മതം എങ്ങനെ പറയുന്നു എന്ന് എനിക്കറിയില്ല. ക്രിസ്തു മതമൊക്കെ ദുരാഗ്രഹം മാറ്റണം, സേവന മനസ്സുള്ളവരാകണം, അങ്ങനെയൊക്കെയുള്ള സ്നേഹം വേണം. സ്നേഹം 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 എന്നാണ് ബൈബിളിലും ക്രിസ്തുമത വിശ്വാസികളും ഘോഷിക്കുന്നത്. സത്യത്തിൽ ആഗ്രഹം വേണമെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. അതായത് മറ്റൊരാളെ ഉപദ്രവിക്കാത്ത ഒരാഗ്രഹം നമ്മളിൽ ഉണ്ടാകണം. ആഗ്രഹം ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് സന്തോഷവാനായിരിക്കാൻ കഴിയുകയുള്ളൂ. ആഗ്രഹം സാധിക്കാതെ വരുമ്പോൾ നമ്മൾ ദുഃഖിതനാകും. പക്ഷേ ആഗ്രഹമില്ലാത്തതിൻ്റെ ദുഃഖം അതിനേക്കാൾ ഭീകരമാണ്. ആഗ്രഹമില്ലാത്തതിൻ്റെ ദുഃഖം നിസ്സാരമല്ല. ആഗ്രഹം ഇല്ലാതായി കഴിഞ്ഞാൽ വളരെ ദുഃഖിതനാകും മനുഷ്യൻ. ഇത് ഞാൻ എൻ്റെ സ്വന്തം അനുഭവത്തിലൂടെ മനസ്സിലാക്കിയ കാര്യമാണ്. ഒരു ഗ്രന്ഥങ്ങളും ഒരു ധാർമ്മികതയും ഒരു ദൈവവിശ്വാസിയും ഒരു മതവിശ്വാസിയും ഒരിക്കലും ആഗ്രഹമാണ് ദുഃഖത്തിൻ്റെ കാരണമെന്ന് തന്നെയേ പറയൂ. ആഗ്രഹമാണ് ദുഃഖത്തിൻ്റെ കാരണം എന്ന് ശ്രീബുദ്ധനെ പോലെ എല്ലാവരും പറയും. പക്ഷെ ഞാൻ പറയുന്നത് ആഗ്രഹം ഇല്ലാതിരുന്നാൽ അതാണ് ഏറ്റവും വലിയ ദുഃഖം. ആഗ്രഹം ഉണ്ടാകണം, അഹന്തയുണ്ടാകണം, അഹംബോധം ഉണ്ടാകണം. അത് ഉണ്ടാകാതിരുന്നാൽ അതാണ് ഏറ്റവും വലിയ ദുഃഖം. ആഗ്രഹമില്ലാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ ദുഃഖം.